ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. ഞാൻ മാക്സിമം നേരത്തെ എത്താം. ബി റെഡി. ഹാപ്പി ബർത്ത്ഡേ. നീയായിരുന്നോ? നിനക്കെന്തൊരു എക്സൈറ്റ്മെന്റ് ഇല്ലാണ്ട്? നീ വേറെ ആരോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നൊന്നല്ലോ. അതൊന്നുമില്ല, നീ അകത്തോട്ട് വാ. കാര്യം പറയേ. ഒന്നുമില്ല. പിന്നെ പറ നിന്റെ വിശേഷങ്ങളൊക്കെ. ഞാൻ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. അതെനിക്ക് മനസ്സിലായി, നീ ആടെ വേറെ ആരെയോ കാത്തിരുന്നയാന്ന്. അതൊന്നുമില്ല. പിന്നെ നീ നിന്റെ പുതിയ ബോയ് ഫ്രണ്ടിനെ പറ്റി പറ. അതൊക്കെ ഞാൻ വിട്ടോ? അത് പറ്റി? ആ നാറി ഓന്റെ അമ്മക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു മോതിരം വാങ്ങി പോയതാ. പിന്നെ ഒരു വിവരമില്ല. ഓന്റെ സ്ഥിരം ഏർപ്പാടാന്നോലും ഇത്. ഞാനിപ്പോഴാ അറിഞ്ഞത് മാത്രം. അല്ല അതൊക്കെ വിട്, നീ ഇപ്പൊ ആരെയാ കാത്തിരുന്ന്? വക പുതിയ പ്രപ്പോസൽസും ഒരു 4-5 വന്നു. 4-5 കൊള്ളാലോടെ നീ. എന്നിട്ടെന്താ, അതിലൊരുത്തനോട് ഞാൻ പോയി യെസ് പറഞ്ഞു ലാസ്റ്റ് വീക്ക്. ഓ, അപ്പൊ ഓനായിരിക്കും നീ ഇപ്പൊ കാത്തിരുന്നല്ലേ? അപ്പൊ ഞാൻ വന്ന സമയം പാളീന്ന്. അതൊന്നുമില്ല, അവൻ ഇനി സമയം എടുക്കുമായിരിക്കും. ഓ, അപ്പൊ ഓൻ വന്നാ ഞാൻ പോണെന്ന്. അതായിരിക്കും നല്ലത്. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചുമ്മാ. പറ, നിന്റെ പ്രപ്പോസൽസിനെ കുറിച്ച് പറഞ്ഞേ. അത് പിന്നെ അവൻ നിർത്ത്, വേറെ കണ്ട. നീ സെറ്റായതിനെ കുറിച്ചല്ല, മറ്റേനെ കുറിച്ച് പറഞ്ഞേ. എടി അത് വേണോ? അത് കുറച്ച് ക്രിഞ്ചായിരുന്നു. നിന്റെ മറ്റം വരുന്നേരം എന്തായാലും സമയമില്ലേ, നീ പറ. അത് ഞാനാദ്യമായിട്ട് എങ്ങനെയൊക്കെ. അത് മനസ്സിലായി. കുട്ടി കയ്യൊന്ന് കാണിക്കൂ. എന്തിനാ കാണിക്കൂ? ഇങ്ങനല്ല, തിരിച്ച്. കുട്ടിയെ നക്ഷത്രം എന്തിനാ പറയൂ. മൂല കേതൊരു കൂടെ ശനി വിഷമത്തിലാണ്. മൂല നക്ഷത്രമാണ്, പക്ഷേ മംഗലത്തിന് യോഗ ഉണ്ട്. തയ്യാറാണോ? എന്തിന്? ഞാനുള്ള മംഗല്യത്തിന്. അല്ല, ഏതാടി ഇവരൊക്കെ? എന്റെ മോളെ ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി കണ്ടുമുട്ടിയതാ. പക്ഷെ പ്രൊഫൈലിൽ കാണാൻ ഇങ്ങനൊന്നും അല്ലടി. ബെസ്റ്റ്. ഞാനാണെങ്കിൽ ആ ടോമിന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്തായാലും നന്നായി, നോ പറഞ്ഞല്ലോ. ഞാനിതുവരെ ഇങ്ങനത്തെ പ്രപ്പോസൽ ഒന്നും കണ്ടിട്ടില്ല. അത് നീ അടുത്തത് കേൾക്കുമ്പോ മാറിക്കോളും. കണ്ണുകൾ ഗൂഗിൾ മാപ്പ് പോലെയാണ്. എവിടെ തിരഞ്ഞാലും എന്നെ തീർന്ന നമ്മുടെ പ്രണയം സിം കാർഡ് പോലെയാണ്. നീ നെറ്റ്വർക്ക്, ഞാൻ ഡാറ്റ. നമ്മുടെ ബന്ധം
അൺലിമിറ്റഡ് പാക്ക്. എന്തർത്ഥവത്തായ വരികളല്ലേ? എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. അറിയാം. കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്ക് പേജായിട്ടുള്ള മിന്ന മിന്നി കവിതകളിൽ റിലീസ് ചെയ്തേ ഉള്ളൂ. കുട്ടിക്കറിയില്ലേ മിന്ന മിന്നി കവിതകൾ പേജ്? പിന്നെ അതില്ലേ മിന്ന മിന്നി ഷിബു ഈ ഞാനാണ്. വീണെന്ന് തോന്നുന്നത്. ഒരു നമ്പർ കൂടെ അടുത്ത ആഴ്ച റിലീസ് ആവാനുള്ള ഒരു മിന്ന മിന്നി കവിത കൂടി ഞാൻ ആലപിക്കാം. അഞ്ചിൽ പിടിക്കാം. നിന്റെ കണ്ണുകൾ 4K റെസൊല്യൂഷൻ. നിന്റെ സ്മൈൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട്. നിന്റെ സ്മൈലിൽ എൻ്റെ ഹൃദയം സ്ലോ മോഷനായി കറങ്ങുന്നു. ആഹാ. കവിത തീരാണ്ട് പോയോ? ഉയ്യോ. എവിടുന്ന് കിട്ടുന്നടി നിനക്ക് ഇവന്മാരൊക്കെ? വിധി അല്ലാണ്ടെന്ത് പറയാൻ. നിനക്ക് 2-3 പ്രപ്പോസൽ വന്നു പറഞ്ഞപ്പം ചെറിയൊരു കുശുമുണ്ടായി. ഇപ്പൊ എന്തായാലും അത് മാറി കിട്ടി. ശവത്തില് കുത്താതെടി. എന്തായാലും കേൾക്കാൻ നല്ല രസമുണ്ട്. നീ അടുത്തത് പറ. അടുത്തത് ഫോട്ടോയിൽ കാണുന്നേക്കാളും ക്യൂട്ടായിട്ടുണ്ട് നേരിട്ട് കാണാൻ. നീയും. താങ്ക് യു. പിന്നെ എന്തൊക്കെയാ വിഷ്ണുവിൻ്റെ പരിപാടികളൊക്കെ? ആക്ച്വലി ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ആൾക്കാരെ എത്തിക്കുക, അതിനുവേണ്ട സപ്പോർട്ട് കൊടുക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻസ്. ഓ, അതായത് ഈ ഫിനാൻഷ്യൽ കൗൺസിലിംഗ് ഒക്കെ പോലെ. ആ, അതുപോലൊക്കെ തന്നെ. ഗുഡ്. ഈ 9 മുതൽ 5 വരെ വർക്ക് ചെയ്യുന്നതിന് കാര്യമില്ലല്ലോ, സമ്പാദിക്കണ്ടേ, സേവിങ്സ് ഒക്കെ വേണ്ടേ. ശരിയാ. പിന്നെ ഇയാളെന്താ ചെയ്യുന്നത്? എനിക്ക് ബിസിനസ്സാണ്, ബട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു യൂഷ്വൽ ബിസിനസ് അല്ല. പിന്നെ ആൾക്കാരെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒന്ന്. അതായത് ഈ സ്റ്റാർട്ടപ്പ് ഒക്കെ പോലെ അല്ല, പറയാം. അന്നയ്ക്ക് ഒരുപാട് ഡ്രീംസുകളില്ലേ? ഉണ്ട്. എനിക്കറിയാം. അതുപോലെ എല്ലാവർക്കും ഒരുപാട് ഡ്രീംസുകളുണ്ട്. മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഇതെല്ലാം നിറവേറ്റാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ജീവിച്ചു പോകാനുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. ജീവിച്ചു പോയാൽ മാത്രം മതിയോ? നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ? അവിടെയാണ് എൻ്റെ പ്ലാൻ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ MLM. ദൈവമേ. സി അന്ന വെറും 50,000 രൂപ മുടക്കി ഇതിൽ ജോയിൻ ചെയ്യുക. കൂടാതെ അന്നയുടെ 2 ഫ്രണ്ട്സിനെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പം അന്നയ്ക്ക് കമ്മീഷൻ കിട്ടും. കൂടാതെ ആളുകൾ ആഡ് ആകുന്നതിനനുസരിച്ച് അന്നയ്ക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. കിട്ടിയ കിട്ടി. ആ, എന്നാലേ അന്നയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു മിനിറ്റ്, നിങ്ങളെ ബോസിൻ്റെ മോട്ടിവേഷൻ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. സുഹൃത്തുക്കളെ, കുഞ്ഞാമൂലാങ്ങാടിയിൽ മീൻ വിറ്റുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ ഈ നിലയിലെത്തി? എങ്ങനെ എത്തി? അപ്പൊ അസർഫാക്ക് എന്നോടൊരു ചോദ്യം, പോരുന്നോ എന്റെ കൂടെ? മോട്ടിവേഷൻ തന്നെ. അപ്പൊ എങ്ങനെയാ ജോയിൻ ചെയ്യല്ലേ? അതെ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാവേ. പെട്ടെന്ന് വരുമല്ലേ മോളെ? പിന്നെ ഇപ്പൊ വരും. ഒരാളോടെ കിട്ടി. JPMB. എന്റെ
മോളെ ഇത് മൊത്തം ദുരന്താണല്ലോ. ഇനിയുണ്ട്, കേക്കണോ? യോ വേണ്ടേ. അല്ല ഇപ്പൊ വരുന്നത് അങ്ങനെ വല്ലവനും ആണോ? ഇഷ്. ഏയ്, ആള് പൊളിയ, നല്ല ക്യാരക്ടർ, ട്രസ്റ്റ് വർത്തി, പിന്നെ ചുള്ളനുമാണ്. നന്നായി ബോധിച്ചിട്ടുണ്ട് തോന്നല്ലോ. ആന്ന്. എടി അവനാണോ? ആണെന്ന് തോന്നുന്നു. എന്തായാലും നീ പോയി തുറക്ക്. നീ ഒറ്റക്കാന്ന് പ്രതീക്ഷിച്ച് വരുന്നല്ലേ, അവനൊരു സർപ്രൈസ് ആവട്ടെ. ഹായ് ബേബി. ഹായ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. മെയ്. കം ഇൻ. വഴിയില് കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് ആയത് കേട്ടോ. ദാറ്റ്സ് ഓക്കെ. അന്ന, நான் இது சொல்லி ஆவணும். நீ அவ்வளோ அழகு. இங்கே அவ்வளோ இவ்வளோ அழகா ஒரு இவ்வளோ அழக பார்த்துருக்க மாட்டேங்க. I'm in love with you. എടാ പരനാറി. Yes. ആ നാറി ഓന്റെ അമ്മക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു മോതിരം വാങ്ങി പോയതാ. പിന്നെ ഒരു വിവരമില്ല. എന്റെ റിങ്ങടത്തിലാണോ നാറി നീ ഓക്കിട്ട് കൊടുക്കുന്നത്? നീ എന്താണ് ഓന്റെ അമ്മേന്റെ സൂക്കാണ്. പൊട്ടി. അയ്യോ അയ്യോ അയ്യോ, സോറി ബേബി. നിന്റെ പെങ്ങന്മാരെ. ഇപ്പൊ ഒരു സമാധാനായത്. പന്നി എന്തൊക്കെയായിരുന്നു. ചുള്ളൻ. ഭാഗ്യത്തിന് മോതിരം കിട്ടി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു.